അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ആട് 3യുടെ FDFS കണ്ടിട്ട് ഒരു ഡിസ്കഷൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. പരാജയപ്പെട്ട സിനിമയുടെ 3ാം ഭാഗം എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതെ, പരാജയപ്പെട്ട സിനിമയുടെ സെക്കൻഡ് പാർട്ട് എടുത്ത് വിജയിപ്പിക്കുക, ആ സെക്കൻഡ് പാർട്ടിനെ ഫോളോ ചെയ്ത് പിന്നീട് ഒരു തേർഡ് പാർട്ട് ഉണ്ടാവുക, ആ തേർഡ് പാർട്ട് തന്നെ 2 പാർട്ടാവുക. പാർട്ട് 1 ലാസ്റ്റ് റൈഡ്, പാർട്ട് 1 ലാസ്റ്റ് റൈഡ് ആവുക, ഇനി അടുത്തത് റൈഡ് എൻസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത പാർട്ട് ഉണ്ടാവും എന്നുള്ള ലൈനിലാണ് ഇപ്പോൾ. അതെ, മറ്റേ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വൺ ലാസ്റ്റ് റൈഡ് അത് തന്നെ, 1 ലാസ്റ്റ് റൈഡ് അങ്ങനെയാണ് വന്ന് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ആട് 3യെ പറ്റി പറയുകയാണെങ്കിൽ, ആട് ഫ്രാഞ്ചൈസി ഇഷ്ടമുള്ളവർക്ക് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്നൊരു സിനിമയാണ്. ഫൺ പടമാണ്, അറിയാലോ ആടിൻ്റെ എന്താണ് ആടിൻ്റെ വൈവ്, ആ വൈവ് തന്നെയുള്ളൊരു പടമാണ്. പിന്നെ ഇതിനകത്ത് ഇവരിപ്പോൾ 2 കാലഘട്ടത്തിലൊക്കെ നിന്നുകൊണ്ട് ഒരു കഥ പറയാൻ ഡയറക്ഷനിൽ ആ സീരീസിനെ കൊണ്ടുപോവാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ കംപ്ലീറ്റ് ആവുന്നില്ല ഈ പാർട്ടിൽ. അതുകൊണ്ടാണ് അടുത്തൊരു പാർട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഥ നമുക്കൊരു പാതി വഴിക്ക് മുറിഞ്ഞ പോലെ ഒരു ഫീലാണ് ഈ ഫസ്റ്റ് പടം കാണുമ്പോൾ കിട്ടുന്നത്. ഫസ്റ്റ് പടം ഇൻ ദ സെൻസ് പാർട്ട് 1 കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കുറച്ച് ഹ്യൂമറുണ്ട് പടത്തിൽ, ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒരു ത്രൂ ഔട്ട് ഹ്യൂമർ ഒരുപാട് സ്ഥലത്തുണ്ട്. അതിൽ എത്രത്തോളം ചിരി നമുക്കുണ്ടാവും എന്നുള്ളത് ഓരോരുത്തരെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പേഴ്സണലി എനിക്ക് ഫസ്റ്റ് ഹാഫിലാണ് ഞാൻ കുറച്ച് കൂടുതൽ ചിരിച്ചത്. സെക്കൻഡ് ഹാഫിൽ എനിക്ക് അത്രയില്ല. സെക്കൻഡ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഫസ്റ്റ് ഹാഫിലാണ്. പക്ഷേ ഒരുപാട് പേരുടെ ഒപ്പീനിയൻ സെക്കൻഡ് ഹാഫിലാണ് കുറച്ച് കൂടുതൽ ഹ്യൂമർ എന്നാണ്. അപ്പോൾ ഒരു തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്ന, ഇപ്പോൾ ഒരു വീക്കെൻഡൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ ഈ ടൈമിൽ തിയേറ്ററിൽ പോയി കണ്ടു നോക്കാവുന്ന ഒരു ഫൺ പടമാണ് ആട് 3. ഈ ചിരിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഈ ചിരി ഡിപ്പെൻസ് ഓൺ നിങ്ങൾ ചൂസ് ചെയ്യുന്ന തിയേറ്റർ, ക്രൗഡ് പോലെ. അതും ഒരു ഘടകമാണ്. നല്ല, അതായത് ഈ ആടിൻ്റെ ഫാൻസ് അല്ലെങ്കിൽ ആടിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ വലിയ ഫാൻസ് ഉള്ള ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ആ തിയേറ്ററിൽ നല്ല ചിരികൾ സമ്മാനിക്കും, കുറച്ച് കൂടുതൽ ചിരി ഉണ്ടാവും. ഈ വിജയബാബു ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആട് 1 തിയേറ്ററിൽ പരാജയമായിരുന്നല്ലോ, പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ കണ്ട വേർഷനിലാണ് ഇപ്പോൾ OTT-ലും ഒക്കെ കാണുന്നത്. തിയേറ്ററിൽ കണ്ട കുറച്ചുകൂടെ ലെങ്ത് കൂടി, കുറച്ചുകൂടെ വലിച്ചിലുണ്ടായിരുന്നൊരു വേർഷനാണ്. എനിക്ക് ആ സെയിം ഒപ്പീനിയനാണ് ഈ പടത്തിനെ കുറിച്ച് തോന്നുന്നത്. എനിക്കൊന്നു ഇപ്പം തിയേറ്ററിൽ ഇപ്പം ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ കഴിഞ്ഞിട്ട് വരുന്നൊരു ഒപ്പീനിയൻസിൽ ഈ ഒരു വലിച്ചിൽ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഇതിനൊരു റീകട്ടിന് വല്ലാണ്ട് സാധ്യതയുള്ളൊരു പടമാണ്. റീകട്ട് ഇതൊന്നും ചുരുക്കുവാണെങ്കിൽ ഇതിനകത്ത് നല്ല കുറച്ച് തമാശകളുണ്ട്. ഇപ്പം ആട് സീരീസ് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ഓപ്ഷൻ ആണല്ലോ വേറൊരു സെറ്റിങ്ങിൽ ഇതേ ക്യാരക്ടേഴ്സിനെ കൊണ്ട് പ്ലേസ് ചെയ്യാന്നുള്ളത്. അപ്പം അതാണ് ഇവർ ചെയ്തേക്കുന്നത്. അത് കുറച്ചധികം രസകരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ കാലഘട്ടം മാറുമ്പോഴും ഈ ക്യാരക്ടേഴ്സിന്റെ ഒരു സില്ലിനെസ് മാറാതെ ഇവരെ രാജാവായിട്ടും മറ്റേ ബാഹുബലിയുടെ കോമഡി വർഷം പോലെ അല്ലേ. അതായത് നമ്മൾ കണ്ടിട്ടുള്ള ഈ ചരിത്ര ആ ഒരു പീരിയോഡിക് സബ്ജക്റ്റുകളെല്ലാം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പടമാണെങ്കിൽ ഇവിടെ അതിനെ ഭയങ്കര കോമിക്കലായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആടിലെ ആൾക്കാരെല്ലാവരും പല കാലഘട്ടത്തിലും ഇവർ ഇത് തന്നെയാണ് അവരുടെ അവസ്ഥ എന്ന് കാണിക്കുന്ന പോലത്തെ സംഭവം. പിന്നെ ഈ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഇൻട്രോ സോങ് കൂടെ എക്സ്ട്രാ വന്നതിന്റെ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഇപ്പം ഈ വേറൊരു സെറ്റിംഗ് കൊണ്ട് ഇവരെ പ്ലേസ് ചെയ്യുന്നത്. എന്നാൽ തറ ലെവൽ കോമഡി ചളി സ്കിറ്റ് പോലെ അല്ലാതെ അതിനകത്ത് ഒരു സീരിയസ് മെറ്റീരിയൽ ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നല്ല രസകരമായ തമാശകളുണ്ട്. ഒരുപാട് പൊട്ടും ചിരിച്ച തമാശയുണ്ട്, തിയേറ്റർ മൊത്തം ചിരിച്ച തമാശകളുണ്ട്. നമ്മൾ മാത്രം ചിരിക്കുന്ന തമാശകൾ വരും, ചിരിക്കാത്ത കുറച്ച് തമാശകള്. പിന്നെ ഇങ്ങനെ ചില സീനുകൾ വേണ്ടതിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ചില സീനിൽ ഇത് ഇത്രയും പോകണ്ട, ഇന്ന് ട്രിം ചെയ്യാന്നൊക്കെ തോന്നുന്ന കുറച്ച് അത് ട്രിം ചെയ്ത് ഈ പടത്തിന്റെ ലെങ്ത് ഒന്ന് ഇച്ചിരി കുറയ്ക്കുകയാണെങ്കിൽ അതായത് ടൈറ്റ് ആക്കണം. നമുക്ക് എപ്പോഴും ഈ സെക്കൻഡ് ഹാഫിൽ ഇവരെല്ലാവരും ഫൈനൽ ഒരു ഇതിലേക്ക് കേസിലേക്ക് എത്തുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര ഫ്ലാറ്റാണ്. ഇങ്ങനെ നമ്മളിതിങ്ങനെ എലിവേറ്റ് ആവും തോന്നുന്നെങ്കിലും അത് കേറാത്ത നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് അല്ലേ. കാരണം ഈ ഫസ്റ്റ് ഹാഫ് തീരുന്നത് വരെ അല്ല, ഇനിയിപ്പോൾ സ്പോയിലർ. അതെ. സോ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ഒരു ഒപ്പീനിയൻ ആണ്. ഇനിയിപ്പം നമ്മൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പ്രോപ്പർ ഡിസ്കഷനിലേക്ക് കടക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ സിനിമ കണ്ടിട്ട് വന്ന് വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് സ്പോയിലർ പറഞ്ഞു വരുമ്പോഴത്തേക്കും എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഫസ്റ്റും സെക്കൻഡിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇന്ന ക്യാരക്ടേഴ്സിൻ്റെ കൂടുതൽ സീനുകൾ വേണമെന്ന്. അപ്പം അതിൽ കുറച്ചധികം ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഡ്യൂഡ് എന്ന ക്യാരക്ടർ കുറച്ചധികം പേരുടെ ഫേവറേറ്റ് ആണ്. പുള്ളി ഫസ്റ്റ് ഹാഫിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ
പുള്ളിയെ പ്രതീക്ഷിച്ച് സിനിമയ്ക്ക് കയറുന്നവർക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് അയ്യോ എന്തോ ഒരു മിസ്. കാരണം നമ്മൾ ഫസ്റ്റ് ഹാഫിൽ വിനായകന്റെ ക്യാരക്ടർ കാണുന്നുണ്ട്, അത് ഡൂഡല്ല, അത് സുൽത്താനാണ്. സോറി, സുൽത്താനല്ല, അസം ഖാനാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് എൻറ്റയർലി അത് ഒട്ടും ഡ്യൂഡുമായിട്ട് സാമ്യം ഇല്ലാത്ത രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്, ഒട്ടും തമാശ ഒന്നും പറയാത്ത തമാശകൾ ഉണ്ടെങ്കിലും അത് നമുക്ക് അങ്ങനെ പുള്ളിയല്ല പ്രസന്റ് ചെയ്യുന്നത്, പുള്ളിക്ക് ചുറ്റുമുള്ള സീരിയസ് ആണ് അത് ആക്ച്വലി. അതെ, അത് വളരെ സീരിയസ് ആയിട്ട് അത് പടം എപ്പോൾ സീരിയസ് ആവും എപ്പോൾ തമാശ വരും എന്നും നമുക്ക് അത്ര പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് അസം ഖാൻ ഒന്ന് കുറച്ച് തമാശ വരുമെന്ന് വിചാരിക്കുമ്പോൾ അസം ഖാൻ ഭയങ്കര സീരിയസ് ആണ്. അപ്പം അങ്ങനെ കുറച്ച് ഏറ്റക്കുറച്ചിലുകളും പിന്നെ ഒരു പരിധിവരെ ഇതിൻ്റെ മറ്റേ സ്റ്റോറി ലൈൻ എങ്ങോട്ടാന്ന് നമുക്ക് മനസ്സിലാവുമെങ്കിലും അതിലേക്ക് ഭയങ്കര സ്ലോയിൽ എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു. അതായത് നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് പേഴ്സണലി തോന്നിയ സംഭവമാണ്, അതായത് ഇതിൻ്റെ ഇപ്പോൾ ഈ സിനിമ നിർത്തിയ പോയിന്റ് ഉണ്ടല്ലോ, അതായിരുന്നു ഈ സിനിമയുടെ ഇൻ്റർവെൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. കാര്യം നമുക്ക് ഒരു രണ്ടാമത്തെ ഒരു പാർട്ടിനപ്പുറത്തേക്ക് ഈ ഹോൾ സ്റ്റോറിയെ ഒരു പാർട്ടിൽ ഒതുക്കാൻ കഴിയുമായിരുന്ന ഒന്ന് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇപ്പോൾ ഇവരുടെ ഇൻ്റർവ്യൂ പറയുന്ന ഇവർ എന്തോ ഒരുപാട് ഇതിൽ കൂടുതൽ എന്തുണ്ടായിരുന്ന സിനിമയാണ്, അത് അതിലും കട്ട് ചെയ്താണ് ഇതാക്കിയെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് അറിയില്ല എന്താണ് ഇവർ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് അതിനകത്തുനിന്ന്. പിന്നെ അബുവിൻ്റെ ഒക്കെ സീൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞു, കുറേ അതെ ഒരു ഡിലീറ്റഡ് സീനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെ, അത് കുറച്ചധികം ക്യാരക്ടേഴ്സിന് സ്പേസ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ ധർമ്മേൻ്റെ ക്യാരക്ടർ കുറച്ചധികം ഡയലോഗ്സ് ഉണ്ടെങ്കിലും എല്ലാം അങ്ങോട്ട് ഇന്ന് ലാൻഡ് ചെയ്ത പോലെ ഫീൽ ചെയ്തില്ല. മറിച്ച് ഷെമീറിന്റെ ഫസ്റ്റ് സീനിൽ തന്നെ അത് ലാൻഡ് ആകുന്ന പോലെ തോന്നുന്നു. മറ്റേ അത് അങ്ങനെ കുറച്ച് അവിടെ ചിരി പൊട്ടിയില്ല, ഇവിടെ ചിരി പൊട്ടി, അങ്ങനെ കുറച്ചുണ്ട് തമാശ ലൈൻ. സാത്താൻ സേവ്യർ പുള്ളിക്കാരൻ്റെ ആണ് ഏറ്റവും നല്ല ബെസ്റ്റ്. അതായത് വേറെ കാര്യമുണ്ട്, സാത്താൻ സേവ്യർ ഇതുവരെ ഈ രണ്ട് പാർട്ടിലും ഇപ്പൊ ഈ പടത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത്. പുള്ളിക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ട്, ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് ഈ പടത്തിൽ. പുള്ളി അതിനകത്ത് സ്വാഗം എങ്ങനെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഇൻട്രോ, സാത്താൻ സേവ്യറിന്റെ ഇൻട്രോ നല്ല സാധനമായിരുന്നു. ഇപ്പോഴും എനിക്ക് ഫസ്റ്റ് പടത്തിന്റെ ഇൻട്രോ ആണ് കുറച്ചുകൂടെ. അത് അല്ല, അതുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഗജരാജമുത്താണെന്ന്, ഇതാണ് ഗജരാജമുത്തം ചോദിച്ചാണ് അതിന്റെ ഇൻട്രോ ആക്ച്വലി ഫസ്റ്റ് പാർട്ടിന്റെ. ഇതിനകത്ത് വരുന്നത് മറ്റേ പറഞ്ഞ എന്താ ഗജരാജമുത്താണ് പറഞ്ഞതിനെ കുറിച്ച് പറ്റിച്ചില്ല എന്ന് പറഞ്ഞ് ചോദിക്കാൻ വരുന്ന സമയത്താണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഇൻട്രോ ഒക്കെ കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ കഥയിൽ എക്സ്ട്രാ കുറച്ച് ആക്ടേഴ്സ് വന്നത് പുറത്തുനിന്ന് ഒരു മെയിൻ ക്യാരക്ടർ, ഒരു ലേഡി ഫീമെയിൽ ക്യാരക്ടർ വന്നിട്ടുണ്ട്. പുള്ളിക്കാരിയും ഈ പ്രസന്റിലും പാസ്റ്റിലും ഉള്ള ക്യാരക്ടറായിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെയൊക്കെ എന്താണ് മിസ്റ്റർ ഇപ്പോഴും അവർക്ക് നമുക്ക് അറിയത്തില്ല ലൈക്ക് ഇതെന്താണ് അവരുടെ ഇത്. അവർ ആക്ച്വലി പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ആക്ച്വലി ഈ സിനിമയിൽ മറ്റൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഓപ്പൺ ചെയ്യുന്നത് ഫ്യൂച്ചറിലാണ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഈ പ്രസന്റിലും നമ്മുടെ പാസ്റ്റിലേക്കും പോവാണ്. അപ്പോൾ എന്താണ് ഫ്യൂച്ചറിൽ, എന്താണ് ഇതിൽ ഫ്യൂച്ചറിലേക്ക് എപ്പോൾ തിരിച്ചെത്തും, എന്താണെന്ന് കണക്ട് ആവുന്നത്. അതൊന്നും ഇപ്പം ഈ പടം മാത്രം കണ്ട് നിർത്തുന്നവർക്ക് കുറച്ചധികം ഡിസ്ജോയിന്റഡ് ഫീലാണ്. ഫ്യൂച്ചർ വരുന്നുണ്ട്, പാസ്റ്റ് വരുന്നുണ്ട്, ഈ ടൈം ലൈൻ ജമ്പുകളൊക്കെ വരുന്നുണ്ട്. ബട്ട് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇതിൻ്റെ കണക്ഷൻ എന്താണെന്നുള്ളത് കൃത്യമല്ല. അപ്പോൾ അവർ പറയുന്നത് അടുത്ത പടം കണ്ടാലേ മനസ്സിലാവുന്നുള്ളതാണ്. പക്ഷേ എപ്പോഴെങ്കിലും തോന്നിയിരിക്കുന്നത് നമ്മളിപ്പോൾ അങ്ങനെ രണ്ട് പാർട്ടായിട്ട് ചെയ്യാനുണ്ടെങ്കിലും ഫസ്റ്റ് പടം നമ്മൾ ചെയ്യുമ്പോൾ, ഈ ഒരു പടം ചെയ്യുമ്പോൾ ഈ പടത്തിനകത്തൊരു സ്റ്റാർട്ട് ടു എൻഡ് ഒരു ആർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അടുത്ത പാർട്ടിലേക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും നല്ലത്. ഇത് ഏതെങ്കിലും ഒരു പാർട്ട് ഫുൾഫിൽ ചെയ്തിട്ട് പിന്നെ അടുത്തതിലേക്ക്. അതെ, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരുന്നു തോന്നുന്നു. ഇതിപ്പോൾ നമ്മൾ ഇത് എൻഡ് ചെയ്യുന്നത് പോലെ നമ്മൾ പെട്ടെന്ന് നമ്മൾ തീർന്നും നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ എന്തോ ഒരു പഞ്ചുണ്ട് ഇവിടെ എൻഡിൽ, ആ എൻഡിൽ അതായിരിക്കും അടുത്തതിലേക്ക് പോകാനുള്ളത്. പഞ്ചായത്തല്ല റാൻഡമായിട്ട് വന്ന് പെട്ടെന്ന് ഡയറക്ടർ ബൈ മിഥുൻ എഴുതി കാണിക്കുക. ആക്ച്വലി ആ പോയിന്റാണ് ഈ പടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്നായി വന്നത്. ആ പോയിന്റ് പെട്ടെന്ന് ഫിലിം ബൈ മിഥുൻ. ആ പോയിന്റ് ഞാൻ പറഞ്ഞു, ആ പോയിന്റ് ആകുമ്പോൾ ഇന്റർവെൽ പോയിന്റ് ആണ്. അതെങ്കിൽ ആൾക്കാർക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനമായിരിക്കും. ആ ഇന്റർവെല്ലിൽ നമ്മളിങ്ങനെ ഒരു സ്വാപ്പ് അല്ലെങ്കിൽ ഈ ടൈം ട്രാവൽ ഇവർ നടത്തുന്നുള്ള ആ എലമെന്റ് വരുമ്പോൾ ശരിക്കും അതൊരു ഭയങ്കര. പക്ഷേ പറയുന്ന പോലെ ഇന്റർവെൽ അത് വരണമെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഇവരൊരു കുറച്ചധികം സംഭവം പറയണം. ഇല്ല, ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി ടൈറ്റ് ആക്കാം. പക്ഷെ എന്നാൽ ഇവരിപ്പോൾ പറയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് കുറച്ചുകൂടെ ഇത്രയും പരത്തി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഇല്ല. ഒരുപാട് കുറച്ചധികം ഗ്യാഗ്സിന് വേണ്ടി, കുറച്ചധികം രസകരമായ സീനുകൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചു. എല്ലാവർക്കും ഇൻട്രോ കൊടുക്കണം, അങ്ങനത്തെ ഒരു ഇതിൽ. പിന്നെ ഇവർ ഈ പഴയ കാലം സെറ്റ് ചെയ്തു, അവിടുത്തെ കഥ എന്താണെന്ന്, കഥയല്ല നടക്കുന്നത്, ആ ക്യാരക്ടേഴ്സിനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് അവർ ചെയ്യുന്നത്. അതെ, ആ പോർഷൻ ആക്ച്വലി ഞാൻ കുറച്ച് എൻജോയ് ചെയ്തു. ഈ പഴയ കാലത്തിലേക്ക് പോകുമ്പോഴും അവിടെ ഇവിടെയും വരുന്ന നർമ്മവും പിന്നെ ഇടയ്ക്ക് അതിൻ്റെ കഥയുണ്ട്, അത് കുറച്ച് നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ നമുക്ക് പരിചയമായിട്ടുള്ള വേൾഡ് വന്നപ്പോഴത്തേക്കും കുറച്ച് തമാശ എല്ലാം വർക്ക് ആയതുപോലെ തോന്നുന്നു. അത് വേറെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ പ്രസന്റിൽ നിന്ന് പാസ്റ്റിലേക്ക് പോകുന്ന ആ ട്രാൻസിഷൻ അത്ര സ്മൂത്ത് അല്ല. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ജമ്പ് ചെയ്ത് ചുമ്മാ പെട്ടെന്ന് സീൻ അങ്ങോട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അത് നല്ല ഫ്ലോ ആയിട്ട് നല്ല അങ്ങോട്ട് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇതായിരുന്നു തോന്നി, നമുക്കൊരു
ഒരു പോളിഷിന്റെ ഒരു ഇത്. അതെ, അതാ പറഞ്ഞത് എഡിറ്റിൽ ഇതെല്ലാം കൂടെ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവര് തന്നെ പറഞ്ഞ ഇതിലും വലിയ പടം എഡിറ്റ് ചുരുക്കിയപ്പോൾ ചിലപ്പോൾ കുറെ ഇവര് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ മിസ്സായത്. അതെ അതെ, എന്നാലും അത്ര ഇപ്പോൾ ഈ അടുത്ത് കാണുന്ന പടങ്ങളെല്ലാം ഈ 2.25 മണിക്കൂർ വെച്ചുണ്ട്. അതാണ് ഇത്രയും ലെങ്തി പടം. ഫസ്റ്റ് ഹാഫ് 1.5 മണിക്കൂറല്ല, നമ്മൾ കണ്ടത് 3.25. അതാണ് ദുരന്തർ 2 നമ്മൾ കണ്ടപ്പോൾ 3.25 മണിക്കൂർ 4 മണിക്കൂർ ഉണ്ടായിരുന്നു. പടം എല്ലാം കണ്ട് കഴിയുന്നപ്പം 5 മണിക്കൂർ കഴിഞ്ഞു. അല്ല, ഞാൻ ആയിരിക്കും ഇത് തന്നെ 3 മണിക്കൂറുണ്ട്. അപ്പോൾ ഇവർ കട്ട് ചെയ്ത് 1 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞു. അത് എന്തുമായിരിക്കും? അതൊന്നും അറിയില്ല. അത്ര അത് ഞാൻ കേട്ടില്ല. അതെവിടെയാണ് പറഞ്ഞത്? മറ്റേ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് 1 മണിക്കൂറോളം ഉണ്ടെന്ന്. അത് കേട്ടില്ല, കഴിഞ്ഞതുകൊണ്ട് ഇന്റർവ്യൂ 2 പടം കൂടെ ചേർത്താണ്. ഈ പടത്തിനകത്ത് തന്നെ 1 മണിക്കൂറോളം കട്ട് ചെയ്യണമെന്ന് അവർ പറഞ്ഞത്. അതെന്തായിരിക്കും? അതാണ് ആലോചിച്ചത്. ഞാൻ ഈ പടം കൊണ്ടിരുന്ന പോലെ ഇത്രയും തന്നെ ഉണ്ട്, ഇതിനകത്ത് തന്നെ കട്ടി ഒരുപാടുണ്ട്. അതിനകത്ത് ഇനി മറ്റേ കട്ടികൾ എന്താ? ഇതിനകത്ത് തന്നെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് അല്ല ട്രിമ്മിങ്, അത് വേറെ ഒന്നല്ല, സീൻ കട്ട് ചെയ്യുന്ന കാര്യമല്ല, നമുക്ക് ട്രിം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം നമ്മൾ കണ്ടതിന്റെ ഒരു ഇത് വെച്ചു. പക്ഷെ അവരിത് ഒരു ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇത്രയും നല്ല വിഷ്വൽ ഇത് ഞാനോട്ടിരിക്കട്ടെ. അത് പുള്ളി പറഞ്ഞ ഈ വിഷ്വൽ ഇരിക്കട്ടെ കളയത്തില്ല. അല്ല, പിന്നെ മിഥുൻ ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു പീരിയഡ് സെറ്റിലൊരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളത് ഷൂട്ട് ചെയ്ത് നമ്മളത് കാണുമ്പോൾ അതിനകത്ത് ഫൺ അവർക്ക് വർക്കാവും. അപ്പോൾ ആ വർക്കാവുന്ന ഫണ്ണ് നമ്മൾ എന്തിനാ അത് മിസ് ചെയ്യുന്നത്, അത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്യുക എന്നുള്ള സംഭവം ഉള്ളതുകൊണ്ടേ. കാരണം ഇങ്ങനെയുള്ള പടങ്ങൾ മറ്റേ ഫസ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഇവർക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണ് ഓഡിയൻസിൽ എത്തുക എന്ന്. അപ്പം ചിലപ്പോൾ ഇതൊക്കെ വർക്കാവുമെന്ന് പറഞ്ഞ് ഇറക്കിയിട്ട് അത് വർക്കാതെ പോയി. പിന്നെ അത് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഇത് വെക്കാം, ഇത് കളഞ്ഞു കഴിഞ്ഞിട്ട് അത് ഡിലീറ്റഡ് സീനായിട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് ഇതെന്തിനാണ് കട്ട് ചെയ്ത് കളഞ്ഞതെന്ന് ഒരുപാട് അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് തന്നെ ഈ പടം ഇറങ്ങുന്നത് തലേ ദിവസം ഇന്നലെ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഈ അറക്കൽ അബു മറ്റേ കൈപ്പഴ കുഞ്ഞപ്പനെ വെട്ടാൻ വേണ്ടി പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ ആ സീൻ ഇങ്ങനെ കാണുമ്പം ആ സീൻ നമ്മൾ യൂട്യൂബിൽ റിലീസായി കാണുമ്പം ഭയങ്കര ഫ്ലാറ്റാണ്. നമുക്ക് ആ സീനകത്ത് ഒരു ഇമ്പാക്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഫണ്ണ് നമുക്ക് വർക്കാവുന്നില്ല, കുറച്ച് ഫ്ലാറ്റാണ്. അപ്പോൾ എനിക്ക് അത് മനസ്സിലായി. അതേ സീൻ തിയേറ്ററിലാണെങ്കിൽ ഈ ഓഡിയൻസിന് മൾട്ടറെ ഓഡിയൻസ് ഇരിക്കുകയല്ലേ, അപ്പോൾ അവിടെ അത് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചുകൂടെ ഫണ്ണാവാൻ ചാൻസ് ഉള്ള സാധനമാണ്. അതുപോലെയാണ് ഈ പടത്തിലെല്ലാം. എനിക്ക് തോന്നുന്നു ഈ സിനിമ നമ്മൾ അല്ലാതിരുന്ന് കാണുവാണെങ്കിൽ നമുക്ക് അത്രയും ഫണ്ണായിട്ട് തോന്നത്തില്ലെന്ന് തോന്നുന്നു. ഒരുപാട് ചിരി ചിലപ്പം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതല്ല നല്ല ക്രൗഡിൻ്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ചിരികളുണ്ടാവും. നമ്മൾ ചിരിക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിൽ ചിരിയുണ്ട്. അത് തന്നെ നമുക്ക് ചിരി വരാത്ത സാധനങ്ങൾ ആൾക്കാർ ചിരിച്ചിട്ടുണ്ട്. ആരും ചിരിക്കാത്തതിന് ഞാൻ ചിരിച്ചിട്ടുണ്ട്. അതങ്ങനെ അത് നമ്മൾ ചില സാധനങ്ങൾ ഞാൻ കേട്ടിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് ആലോചിച്ചൊക്കെ ഞാൻ കടത്തിന്റെ വക്കീൽ അത് അങ്ങനെ കുറച്ചാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ വിശാലിന്റെ ഇടുന്നത് ഭയങ്കര ചിരി. അപ്പൊ ആരും അനങ്ങുന്നില്ല, പുള്ളി ഒറ്റയ്ക്ക് ഞാനത് ഇപ്പഴായിരിക്കും കിട്ടിയതെന്നൊക്കെ പറയുന്നത്. അത് ഒരുപാട് സ്ഥലത്ത് ഈ ഓവർ ഡബിൽ കുറെ സാധനം ഇട്ടിട്ടുണ്ട് അല്ലെ. സംഭവം എന്ന് വെച്ചാല് ആ സിറ്റുവേഷനിൽ അവരതിന് ബ്രീത്തിങ് സ്പേസ് കൊടുക്കുന്നില്ല. അതും കഴിഞ്ഞ് അത് പോയി അവര് ഇങ്ങനെ സാധനം ഇടയ്ക്കൂടെ പോയല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന. അതുപോലെ മറ്റേ അതൊക്കെ മിക്ക ഓവർ ഡബാന്ന് തോന്നുന്നു. കാരണം മറ്റേ വണ്ടി ഇരിക്കുമ്പോൾ മറ്റേ കുറെ കോമഡി പറയുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ ചിരിക്കുന്നില്ല. അത് പക്ഷേ ഇടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം അത് വണ്ടിക്കകത്തിരുന്ന് അതൊന്നും വർക്കാ. അതായത് ജയസൂര്യയുടെ ശ്രദ്ധ മാറണം, അതിനകത്തൊരു രസം നടക്കണം. പക്ഷെ ആ രസം വർക്കായില്ല. ഇൻഫാക്ട് അബുവിന്റെ വർക്കായ എല്ലാ സീനും പാസില്ല. മോഡേൺ ടൈംസിൽ ഒന്നും എനിക്ക് അങ്ങനെ. അതെ, മറ്റേ ഏറ്റവും കിടില സാധനമായിരുന്നു മറ്റേ കുറുപ്പിൽ നിന്ന് അബു സലാം ആ റോളിലേക്ക് വരുന്ന അവിടെ ഒരു ഡയലോഗ് ഉണ്ട്, തല പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു ചിരി ചർമ്മം പോകുന്നത്. അതൊക്കെ തിയേറ്റർ ഫുള്ള് ചിരിച്ച ഏറ്റവും കൂടുതൽ ചിരിച്ച സാധനം. പുള്ളി ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫേസ് ഉണ്ട്. അതെ. പിന്നെ ആക്ച്വലി ഇപ്പോൾ ഈ പടത്തിൽ ഷാൻ റഹ്മാൻ്റെ മെയിൻ BGMs എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ വർക്ക് ചെയ്തിരിക്കുന്നത് ഡോൺ വിൻസൺ ആണ് ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന BGMസും രസമുണ്ടായിരുന്നു. അങ്ങനെ മെമ്മറബിൾ അല്ല അതുപോലെ. അതെ, അത് ആരാ ചെയ്തതെന്ന് അറിയില്ല. അത് ഡോൺ ആണോ ചെയ്തത് ഷാൻ റഹ്മാൻ ആണോ ചെയ്തതെന്ന് അറിയില്ല. അതായത് പാസ്റ്റിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതും കേൾക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഷാൻ്റെ ആ വൈബിലുള്ള സാധനമാണത്. അപ്പം അങ്ങനെ ഫീൽ ചെയ്തു. ഇപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ്ലി ചെയ്തേക്കുന്നത് ഡോൺ വിൻസൺ ആണ്. മെയിൻ BGMs എല്ലാം ഷാന് തന്നെയാണ്. അതിനകത്ത് എന്തോ കുറച്ച് റീവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാത്തിനകത്തും ഒരു അല്പം എക്സ്ട്രാ എന്തോ റീവർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ വർക്ക് ചെയ്തേക്കുന്നത് അഖിൽ ജോർജാണ്. അത് എസ്പെഷ്യലി ഈ പാസ്റ്റ് കാണിക്കുമ്പോൾ ഇവർ മറ്റേ അനമോഫിക് റേഷ്യോയിലാണ് എക്സ്ട്രാ സ്കോപ്പ് വരും. ശ്രദ്ധിച്ചത് പ്രത്യേകിച്ച് നൈറ്റ് ടൈം സിനിമാറ്റോഗ്രഫി കുറച്ചുകൂടെ രസമായിരുന്നു. ഈ മോഡേൺ ടൈം കുറച്ച് സുൽത്താൻ വരുന്ന സീക്വൻസ് ഒക്കെ ഡാൻസ് സീക്വൻസ് അതൊക്കെ കുറച്ച്
വലിയ ഏതോ നമുക്ക് നല്ല സ്കെയിൽ വൈസ് നല്ല ഇതാണെന്ന് ഓ ഇതൊക്കെ ഇവിടെ പറ്റൂല്ലേ എന്ന് തോന്നുന്നു അതും. പക്ഷേ മോഡേൺ ടൈംസ് നമ്മുടെ ഈ മോഡേൺ ടൈം വരുമ്പോൾ എനിക്ക് അത്ര ഒരു പോളിഷ് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. മറ്റേ സാഹിബ് അവര് ആ പുഴക്കരയിൽ നിന്ന് കുറേ സീക്വൻസ് ഉണ്ട്, അതൊക്കെ ഭയങ്കര കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു സിനിമാറ്റോഗ്രാഫീസ് ഒക്കെ. ഈ ഇതിൽ പുറത്തുനിന്ന് വന്ന ആക്ട്രസ് ആക്ച്വലി പുള്ളിക്കാരുടെ പെർഫോമൻസ് കുറച്ച് നമുക്കത് എന്തോ അവർക്ക് മനസ്സിലായിട്ടാണ് ഓവർ ആക്ടിങ് ആയില്ല, അണ്ടർ ആക്ടിങ് പോലെ. അതെ അതെ, അതായത് യൂഷ്വലി ഇങ്ങനെ പുറത്തു വരുന്നവർ എപ്പോഴും കുറച്ച് ഒന്നാമത്തെ കാര്യം ഈ പടത്തിന്റെ മീറ്റർ അല്പം മുകളിലാണ്, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന നമ്മൾ കൂടുതൽ കണ്ടിരുന്നു. പക്ഷെ ഇവരത് കുറച്ചുകൂടെ അതിനെ കുറച്ച് സട്ടിലായിട്ടാവും. പക്ഷെ അത് നമ്മൾക്ക് കാണുമ്പോൾ ഈ പടത്തിന്റെ മീറ്ററിൽ ബാക്കി എല്ലാവരും നല്ല ഒരു കുറച്ച് ഓവർ ആ ഒരു മീറ്റർ മുകളിലാണ്. പക്ഷെ ഇവർ മാത്രം കുറച്ച് താഴെ നിന്നിട്ട് ഇവരെ അങ്ങനെ സംസാരിക്കുന്ന ഒരു ഫീൽ. അത് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ പവർ ഇല്ല. ഇവർ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോറും പരിപാടിയൊക്കെ വെച്ചിട്ട് ഓക്കെ, പക്ഷെ ഇവർ അത്യാവശ്യം പവർ കൊണ്ട് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്, ഐ ഡോണ്ട് ലൈക്ക് പോയിന്റിംഗ് അറ്റ് മൈ ഫേസ്. അത് രണ്ടു വട്ടം റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് അറിയാം. അത് പുള്ളിക്കാരുടെ ഒരു എന്താ മെയിൻ ഡയലോഗ് ഫ്രേസ് പോലെ. അതെ, പക്ഷെ അത് അവരെല്ലാവരെയും അവരുടെ കഥയും ഈ പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇവരുടെ കഥ, ഇവർ ഇവിടുന്ന് വരുന്നത്. പുള്ളിക്കാരത്തിക്ക് എപ്പോഴും 5 പേര് പിന്നിൽ നിന്ന് പുള്ളിക്കാരത്തി പറയുന്നതിന് ചിരിക്കാനുള്ളവരുണ്ട്. പുള്ളിക്കാരത്തി തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റേ ഷബീർ മറ്റേ സാധനം പറയുന്നില്ല എന്ന് പറയുന്ന പോലെ. അതെ, ഷമീറിന്റെ കുറെ സാധനം കാമശം കുറെ കൂടി നമ്മൾ ചിരിക്കുന്നവരായിട്ടുണ്ട്. എനിക്ക് ബേസിക്കലി ഷമീർ ആയിരുന്നു ഇതിനകത്ത് എനിക്ക് കുറെ കൂടുതൽ തമാശ കുറച്ച് സ്റ്റാർട്ടിങ് ഇൻട്രോ മുതലാണെങ്കിലും മറ്റേ സിംഗർ റെഫറൻസ് ആ പരിപാടി എല്ലാം കുറെ നല്ല സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഡൂഡിന്റെ റീ എൻട്രി, അത് ഈ പടം കാണാൻ എന്തുകൊണ്ടാണ് റീ എൻട്രി എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം കാണാൻ ആ റീ എൻട്രി ഭയങ്കര പവർഫുൾ സാധനമാണ്. തിയേറ്ററിൽ ഭയങ്കര വൈബുള്ള സാധനമാണ്. ബട്ട് അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ വലിയും അല്ലേ നമ്മളത്. ഹെലികോപ്റ്റർ വരുമല്ലോ, ആ ബ്ലാസ്റ്റ് നടന്നതിന് ശേഷം ആ ബ്ലാസ്റ്റ് ചെയ്യുന്ന ഹെലികോപ്റ്റർ വരുന്നു. ഹെലികോപ്റ്ററിന്റെ അടുത്ത സാധനം ഡൂഡ് ഹെലികോപ്റ്ററിൽ മറ്റേ കയറ് തൂക്കിയിരിക്കുന്ന ആ സാധനം ഭയങ്കര ശ്രദ്ധയുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ വലിച്ചു പോയി. ഇവരിങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ക്യാരക്ടറും കൂടെ വരണ്ടേ മോഡേൺ ടൈംസിൽ. മറ്റേ നമ്മുടെ ചേട്ടനുണ്ടല്ലോ നമ്മുടെ രഞ്ജി പണിക്കർ. അപ്പൊ ആ ക്യാരക്ടറിനെ കൊണ്ടുവരുമ്പം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുവാണ് ആ സീൻ, പിന്നെ കുറച്ചു നേരം സീരിയസ് ആവുന്നു. അങ്ങനെ ആ ഒരു കുറച്ചിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, ഇത് തമാശവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വർക്കായ ഏരിയ വർക്കാവാത്ത ഏരിയ ഒക്കെ ഉണ്ട്. ഫസ്റ്റ് സെക്കൻഡിലും ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ സെക്കൻഡിൽ കുറെ കൂടെ വർക്കായി. എനിക്ക് സെക്കൻഡാണ് എനിക്ക് ഫസ്റ്റ് നമ്മൾ തിയേറ്റർ കണ്ടിട്ടില്ല. സെക്കൻഡ് തിയേറ്റർ കണ്ടപ്പോൾ സെക്കൻഡിന്റെ തിയേറ്റർ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്റർ കണ്ടാണ് ഞാൻ. അപ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. ഇതിലും ഭയങ്കര ഹെവി ആയിരുന്നു. റീവാച്ചബിലിറ്റി ഒരുപാട് കോമഡി സീൻസും ഉണ്ടായിരുന്നു. മറ്റേ ആ ഒരു ഇവര് നാടകത്തിന് പോകുമ്പോഴത്തേക്കും വിളിച്ചത് ആ സീനില്ല. ആ സീൻ ആക്ച്വലി കുറച്ച് ലെങ്തി ആയിട്ട് ചിരിക്കാനുള്ള ഒരു വലിയ സീക്വൻസ്. അത് അങ്ങനത്തെ കുറെ സാധനങ്ങൾ മിസ്സിംഗ് അതിനകത്ത്. അത് അങ്ങനത്തെ വലിയ സെറ്റ് പീസ് കുറച്ച് കുറവായിരുന്നു. ആ ഒരു മൊമെന്റ് തന്നെ വരുന്നവരും പോകുന്നവരും എല്ലാം കൗണ്ടർ അടിക്കുന്നത് അങ്ങനത്തെ സാധനങ്ങൾ വളരെ കുറവ്. പിന്നെ ഇവിടെ ഉണ്ട് മറ്റേ ഇവന്മാർ ലേലം വിളിക്കുമല്ലോ, മറ്റേ എല്ലാ വരുന്നവരും പോകുന്നവരും സൈക്കിളിൽ പോകുന്നവരും എല്ലാം കൂട്ടി വിളിക്കുന്ന സാധനം. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ പിന്നെ എടുത്ത് പറയാനുള്ളത് ഒരു ക്യാമിയോ ഉണ്ട്, എക്സൻഡ് ക്യാമിയോ. എല്ലാവർക്കും അറിയാം ആരായിരിക്കും അത്, അജു വർഗീസ്. അത് പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം മറ്റേ ഫസ്റ്റ് പാർട്ടിൽ ലൈനുണ്ടല്ലോ, അതായത് നടുപടിച്ച് വീഴുന്നു മറ്റേ ഭാര്യ പോകാൻ, അത് ഇവിടെ വരണമായിരുന്നു. ആക്ച്വലി വന്നില്ല ഇവിടെ. അടുത്ത പാർട്ടിലേക്ക് നമ്മൾ ഫുൾ പടം നമ്മുടെ പടത്തിന്റെ പാതി കണ്ടുള്ളൂ എന്ന് പറയുന്നത്. അടുത്ത പാർട്ടിൽ ഇവിടുന്ന് ഭാര്യ ഇഷ്ടപ്പെട്ടവിടെ ചെല്ലുമല്ലേ ഭാര്യ ഇടിയേ മറ്റേ ആസാരമുണ്ടല്ലോ. അതെ അതെ, അവിടെ ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റും ഫണ്ടൊക്കെ. എനിക്കൊന്ന് ഇതിനേക്കാളും ഫണ്ട് കൂടുതൽ വർക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടാക്കിയാണ് വിളിച്ചിരിക്കുന്നത്. സ്കോപ്പ് ഉണ്ട്, കാരണം ഇത് തിരിച്ചറിയണം എന്താ സംഭവിച്ചതെന്ന്, എന്നിട്ട് പിന്നെ ഇത് എങ്ങനെ തിരിച്ചു വരും. പിന്നെ ഈ പടം എൻഡ് ചെയ്യുന്ന ഒരു വാർ സീക്വൻസിന്റെ ഒരു ഗ്ലിംസ് കാണിച്ചുകൊണ്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതില് പാപ്പനാണ് ആക്ച്വലി മറ്റേ ഫ്യൂച്ചറിൽ ഇന്ദ്രൻസ് ഇന്റർവ്യൂ ചെയ്തിട്ടായിരിക്കും അവിടെ എത്തിക്കുന്നത്. അതെ, അത് എന്താണ് അതിന്റെ പരിപാടി എന്നുള്ളതൊക്കെ ഇനി നമുക്ക് അടുത്ത പടം കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ നമുക്ക് കുറച്ചധികം ചിരിച്ചത് മറ്റേ സണ്ണിവേന്റെ ക്യാരക്ടറില്ലേ, വാൾട്ടർ. പുള്ളി മലയാളം പറയുന്ന ഭാഷ അതെ അതെ ഭയങ്കര അത് മറ്റേ ഞാനും പൃഥ്വിരാജും പുള്ളി അനുകരിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് മോഡുലേഷൻ ആക്ച്വലി അത് ഭയങ്കര രസമായിരുന്നു. പുള്ളിയുടെ സംസാരം നമുക്ക് ചിരി വരും. അതാ പറഞ്ഞേ, നമ്മൾ സണ്ണിവേനെ ഇതിനു മുമ്പ് 2 പടത്തിലും ഈ ചെറിയ ചെറിയ വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് ഉള്ളു. ഈ പടത്തിൽ പുള്ളി പാസ്റ്റിലും പ്രസന്റിലും എല്ലാം ഉണ്ട് നല്ലപോലെ. അത് ആരായിരുന്നു ചിരിച്ചത്? മറ്റേ സ്ക്രീനകത്തേക്ക് ആരോ ചിരിച്ചത്? അത് നമ്മുടെ വിജയ് ബാബുവായിട്ടുള്ള ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ, ആ സീനിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫോക്കസ് നമ്മുടെ
സണ്ണിയെ മാത്രം. അപ്പോൾ വിജയമാന മുഖത്ത് ഇങ്ങനെ പുള്ളി ഇങ്ങനെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ പുള്ളിയുടെ മുഖത്തേക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. അതിൽ കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് പുള്ളി. അത് പിന്നെ പുള്ളിയുടെ ഫേസ് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ നിൽക്കുക. ഭയങ്കര അവർ അതുകൊണ്ടാണ് തോന്നുന്നു അവരതൊക്കെ വലിയ വിഷയാർത്ഥം വിട്ടുന്നതെന്ന് തോന്നുന്നു. നമുക്കത് കാണുമ്പോൾ പുള്ളി ആക്ച്വലി സണ്ണിവേനത് ചെയ്യുന്നത് കണ്ടിട്ട് ചിരിച്ചതാണോ അതോ ആ സീനൊക്കെ എന്താ പറഞ്ഞില്ല. നമുക്കത് കണ്ടോണ്ടിരിക്കുമ്പോൾ രസമാണ്. ചിലർക്ക് ഇത് ഇഷ്ടം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ പടങ്ങളിൽ വരുവാണെങ്കിൽ വലിയ വിഷയമില്ല. ഇങ്ങനെ അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. അത് എപ്പോഴൊക്കെ വന്നോ അതൊക്കെ പൊക്കടി കൈ പുള്ളിയുടെ ആ ലൈനിൽ സംസാരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു സണ്ണിവേന്റെ. അതെ അതെ, അത് പുള്ളിയും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു തോന്നുന്നു. കാര്യം സണ്ണിവേനും ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ആട് ഇത് വരുമ്പോഴാണ് പുള്ളിക്കാരനൊരു ഇത്. അല്ലാതെ പുള്ളി ഇടയ്ക്ക് അങ്ങനെ മെയിൻ ഒരു ഇതിൽ വരുന്നില്ലല്ലോ, പടം ചെയ്യുന്നില്ല, പടം കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പുള്ളിക്ക് കിട്ടിയ സ്പേസ് പുള്ളി മാക്സിമം നന്നായി. പുള്ളി കൊടുത്ത എല്ലാ സ്പേസും അത് ബെറ്റർ സാധനമാണ്. ഇൻട്രൊഡക്ഷൻ മുതൽ ഈ പഴയ കാലവും പുതിയ കാലവും എല്ലാം കുറേ നല്ല സാധനം പുള്ളിക്കുണ്ട്. ഈ ഓവറോൾ പടത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ഭയങ്കര രസമുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ ഡിസൈൻ എടുത്തു പറയുന്നത് എപ്പോഴും മറ്റേ പഴയ കാലത്തിൽ ഇനീഷ്യലി ഒരു പോലീസ് വണ്ടിക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അത് നല്ല സാധനമായിരുന്നു. പക്ഷെ അത് അത്രയും അങ്ങോട്ട് പോയില്ല. മറ്റേ പടക്കമൊക്കെ ആയിട്ടുള്ള സംഭവം. എനിക്കൊന്ന് ഇനി ക്ലൈമാക്സ് ക്ലൈമാക്സിലേക്ക് വെക്കാൻ വേണ്ടി ഉള്ള ഇതെല്ലാം ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്ന സാധനം. ഇവന്മാർ ആദ്യം കാണിച്ചപ്പോഴേ ഞാൻ ഓർത്ത് ഇനി ക്ലൈമാക്സിൽ ഇവന്മാർ ഇത് വീണ്ടും കൊണ്ടുവരുമോ എന്ന് വിചാരിച്ച് ഈ പടക്കം വെച്ച് വണ്ടി ഒരു സിമിലർ ഒരു സംഗതി ദുരന്തർ പിന്നീട് വരും ചർച്ചയിൽ. പക്ഷെ ദുരന്തർ 2-നകത്തുണ്ട്. ഫസ്റ്റ് ആക്ഷൻ സീൻ്റെ അകത്ത് പടക്കം ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ തോന്നിയത് അത് ഇവർക്ക് യൂസ് ചെയ്യാം അടുത്ത പാർട്ടിനകത്ത്. പഴയ കാലത്ത് പോയാലും പാപ്പനോടെ പോയിട്ട് പാപ്പന് മറ്റേ സാധനമൊക്കെ യൂസ് ചെയ്യാം. അതെ, കുറേ ഓപ്ഷൻ ഉണ്ട് അടുത്ത പാർട്ടി ചെയ്യാൻ ഒരുപാട്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് VFXന്റെ അല്ലേ VFX അവിടെ ഇവിടെയൊക്കെ അതായത് VFX നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ല അങ്ങനെ പടത്തിൽ അങ്ങനെ VFXനെ പറ്റി. പക്ഷേ നമ്മൾ ഭയങ്കര ശ്രദ്ധിച്ചത് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ട്. അതായത് ഇത് പാലം പൊട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് ആക്ച്വലി റിയൽ ആയിട്ട് ചെയ്തത്. ഇവർ പാലം സെറ്റ് ഇട്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആ പാലം പൊട്ടിക്കുന്നതിൽ റിയൽ ഫ്യൂസ് പോകുന്നു എനിക്ക് തോന്നുന്നു. അത് റിയൽ സംഭവം ആയിരിക്കും, അല്ലെങ്കിൽ റിയൽ ഫുട്ടേജ് എടുത്തിട്ട് അത് എന്താണ് പരിപാടി നടത്തില്ല. പക്ഷെ ആ പാലം പൊട്ടുന്ന സീൻ അത് നല്ല രസമായിരുന്നു, നല്ല ഇമ്പാക്റ്റ് ഉള്ള സാധനമായിരുന്നു. ബട്ട് അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ വെള്ളത്തിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു അവിടെ ഇവിടെ കുറച്ച് അത് പിന്നെ ആ ഡ്യൂഡ് തൂങ്ങി കിടക്കുന്നുള്ള ഉള്ള സാധനം ഉള്ളതുകൊണ്ട് VFXന്റെ മറ്റേ കുറച്ച് നമുക്ക് ആ കുറച്ചുകൂടെ എവിഡന്റ് ആയിട്ട് ഒരു കുറച്ച് ബോറായി തോന്നിയത് ആ വെള്ളത്തിൽ ഈ ബോട്ട് പൊട്ടിത്തെറിക്കുന്ന സീനുണ്ട്. ഇവർ രണ്ടുപേരും ചെറിയ ഇത് പൊട്ടിത്തെറിക്കുന്ന സീനുണ്ട്. അതിൽ ഇങ്ങനെ വെള്ളമൊക്കെ തെറിക്കുന്ന കുറച്ച്. അത് മാത്രമല്ല അത് കഴിഞ്ഞ് സ്ലോ മോഷനിലും കാണിക്കും. അപ്പൊ അവിടെയാണ് അത് കഴിഞ്ഞ് വെള്ളത്തിൽ സീക്വൻസ് മൊത്തം ഉണ്ട്. നമുക്ക് മനസ്സിലാവും സ്വിമ്മിംഗ് പൂൾ കിടക്കുന്നതാണെന്ന് മനസ്സിലാവും. ആ കുറേ സംഭവം അതിലൊന്നും വിഷയമില്ല. എല്ലാവരും അതിപ്പോ കുറെ കൂടി വർക്ക് ചെയ്യാമല്ലോ അവർക്ക്. അത് ആ സീനും കുറച്ചധികം ഇങ്ങനെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഫണ്ണുണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അവിടെ ഭയങ്കര ഡൗട്ട് പോലെ. അതായത് ഇവർ രണ്ടുപേരും ശ്രദ്ധിച്ചു ആ സീൻ കഴിഞ്ഞിട്ട് രണ്ടുപേരും കയറി നിൽക്കും. കയറി നിന്ന് കഴിഞ്ഞ ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഡൂഡ് ഇങ്ങനെ ഇവനെ വിളിച്ച് സംസാരിക്കും. ഞാനിങ്ങനെ എങ്ങോട്ടായത് കൊണ്ടുപോകാൻ അറിയത്തില്ല. ഇവരിങ്ങനെ വെറുതെ അവിടെ നിന്ന് അങ്ങോട്ടും സീൻ എന്തുകൊണ്ട് ഇവിടെ അവിടെ ഇവർക്ക് വർക്ക് ചെയ്യാൻ ഫണ്ടാന്ന് അറിയോ? മറ്റേ സാധനം മറ്റേ ഇവിടെ സംസാരിക്കുമ്പോൾ എങ്ങനെ കേൾക്കാൻ അധികം എന്തോ ആ സാധനം പോയാൽ ഞാൻ ഓർത്ത് അതായിരിക്കും വർക്ക് ചെയ്യാൻ പോകണം ഇമാര്. പക്ഷേ ഇവന്മാർ കേൾക്കാൻ പറയുന്നത് അപ്പോൾ അത് ഭയങ്കര വർക്ക് ചെയ്യാറ്. ഇവന്മാരോട് പറഞ്ഞു അവർ കേൾക്കാൻ പറ്റത്തില്ല, അവന്മാർക്ക് കേൾക്കാൻ പറ്റത്തില്ല. എടാ ഈ പൊട്ടൻ എന്തോ കാര്യമായിട്ട് പറയുന്നത് അത് വർക്ക് ചെയ്യാറ് ഭയങ്കരമായിട്ട്. ഞാനത് എന്താണെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മളിങ്ങനെ പടം പീക്കാവേണ്ട സമയമായി. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ അതായത് ആ പോയിന്റിൽ നിന്നാണ് എല്ലാവരും ഈ ഒരു ബോക്സിന് വേണ്ടി എല്ലാവരും ഒരേപോലെ ഓടാൻ പോകുന്ന സിറ്റുവേഷനാണ്. കെയോസിലേക്ക് എത്തുന്നില്ല. അത് പിന്നെ ഇങ്ങനെ താഴോട്ട് പോയിട്ട് രണ്ടുപേരും കരക്ക് കയറുന്നു, പിന്നെ തിരിഞ്ഞു നിന്ന് കൊഞ്ഞനും കുത്തും. അപ്പോൾ ആ സാധനമൊക്കെ വരുമ്പം എന്തുകൊണ്ട് ഈ സീനിന് വേണ്ടി ഇപ്പം ഇവരെ ഈ കട്ട് എന്തുകൊണ്ട് ഈ കിടക്കുന്നു അതിൽ കുറച്ച് നേരം ഇവർ സസ്റ്റെയിൻ ചെയ്യും. നമ്മളാണെങ്കിൽ എന്താണ് ഇവിടെ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ എന്ന് വെച്ചാൽ അവിടെ സംഭവിക്കാനൊന്നുമില്ല. ഇത് ചെയ്തപ്പം അവിടെ നിന്നെല്ലാം ചിരിച്ചു കാണും. അവർ പറഞ്ഞു ഈ സാധനം വെച്ചാൽ തിയേറ്ററിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഈ സീക്വൻസ് കാണുമ്പോഴൊക്കെ ഈ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ മൊമെൻറ്റിൽ ഒരു ചിരി വരുമല്ലോ. അപ്പോൾ ആ ചിരിയിൽ നമ്മൾ ചിലപ്പം ഇത് വർക്കാണ് എന്നുള്ള ലൈനിൽ വിട്ടു പോകുമായിരിക്കും. പിന്നീട് ഇത് എഡിറ്റിംഗ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോട്ട് ഫൺ വർക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. കാര്യം എനർജി വ്യത്യാസം. ഈ പടത്തിലെ എനർജി ഡ്രോപ്പ് ഭയങ്കര കണ്ടാൽ മനസ്സിലാവും. എല്ലാവരുടെയും എനർജി ഇങ്ങനെ ഷോട്ട് കുറച്ച് വേരി ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ഷോട്ട് എടുത്തിട്ട് അതിൻ്റെ അടുത്ത തമാശ പറയാൻ അടുത്ത ടേക്ക് വെക്കുമ്പോഴത്തേക്കും ആ ടേക്ക് എടുക്കാനുള്ള ഗ്യാപ്പിൽ ഇവരുടെ എനർജിയിൽ വേരിയേഷൻസ് ഉണ്ടാവും. പിന്നെ പല ആക്ടേഴ്സും ഇപ്പം ഒരാൾ ഡയലോഗ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, മറ്റേ ആൾ അത് എൻഹാൻസ് ചെയ്യാൻ നോക്കുന്നത്. ആ ഒരു ഒരു ഇതുണ്ട് ബട്ട് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഡയറക്ടറാണ് സാധാരണ. ഈ പറയുന്ന പോലെ ഒരു പരിധി അതായത് നമുക്കിങ്ങനെ ഈ പടത്തിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് വളരെ സില്ലി സിറ്റുവേഷൻസും സില്ലി ജോക്സുമാണ്. അതാണ് ഈ പടത്തിൻ്റെ ഫണ്ണ്. അത് വെച്ചിട്ട് ഉണ്ടാക്കുന്നൊരു സിനിമയാണ് ആട്. അപ്പോൾ ആ ലൈൻ ഓഫ് ഓഡിയൻസിന് കണ്ട് രസിക്കാവുന്ന എലമെൻറ്റ്സ് എല്ലാം ഈ പടത്തിലുണ്ട്. എനിക്കൊന്നും എന്നെ സംബന്ധിച്ച്
ഇതുവരെയുള്ള സീരീസിലെ വീക്കസ്റ്റ് മൂവിയാണ്. എന്നാലും അത്ര മോശം പടമല്ല. തിയേറ്ററിൽ അത്യാവശ്യം രസിക്കാനുള്ള എലമെന്റ്സ് ഉണ്ട് പടത്തിൽ. ഒരു പക്ഷേ ഈ ഫസ്റ്റ് 3 ദിവസത്തിനുള്ള ആരെങ്കിലുമൊക്കെ ഈ വലിച്ചിലിന്റെ കാര്യം കുറച്ചധികം വന്ന് ഒരു ട്രിം ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഒരു സിനിമയാണ്. അതായത് ഇതിപ്പോൾ 2 മണിക്കൂർ 45 മിനിറ്റ് എന്തോ 47 മിനിറ്റ് എന്തോ 50 മിനിറ്റ് 50 കൊടുത്തേക്ക് നല്ലത് ആണോ? മറ്റേ ഇതിൽ 47 2 മണിക്കൂർ 47 കാണിക്കുന്നത്. ഒരു ട്രിമ്മിനുള്ള സ്കോപ്പ് ഉള്ളത് പോലെയാണ് എനിക്ക് പടം കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ആ ട്രിം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തമാശകൾ കുറെ കൂടെ ആളുകൾ ഓർത്തു വെക്കും. കാരണം ഇതിപ്പം അവിടെ ഇവിടെ കുറച്ച് അകന്നകന്ന് കിടക്കുകയാണ്. അത് കുറച്ചുകൂടെ ഒന്ന് അടുക്കുകയും നല്ല തമാശയുള്ള പടമായിട്ട് ഇറങ്ങി വരാൻ പറ്റും. എന്നാൽ തന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു. സെക്കൻഡ് ഹാഫ് തിരിച്ചു മറിച്ചു എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് പറയാനുള്ളത് പടം കാണാനുള്ള ഒരു നല്ല ക്രൗഡുള്ള തിയേറ്ററിൽ കയറുവാണെങ്കിൽ കുറേ കൂടി എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. തമാശ പറയല്ല, ഓൺലൈൻ ടിക്കറ്റ് നോക്കിയിട്ട് ക്രൗഡില്ല പോയേക്കാം. തമാശ പറഞ്ഞതല്ല, കാരണം ഇപ്പം നമ്മൾ തിയേറ്റർ ഫുൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടത്തും മിക്കവർക്കും ചിരിയില്ല. ഇപ്പോൾ ഒരു ക്രൗഡാണെങ്കിൽ ഈ ഫാൻ്റെ മൊമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും ഫാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫാൻ്റെ മൊമെൻ്റ് തന്നെ ആൾക്കാർ കൈ അടിക്കും, ചിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ ഇരുന്ന് ചിരിച്ചു പോകും പല സീക്വൻസ്. അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് പറയുന്നത് കുറേ കൂടി ക്രൗഡ് നല്ല ഹൗസ്ഫുൾ ഷോസിൽ കൂടുതൽ കയറുവാണെങ്കിൽ കുറേ കൂടി വർക്കാകും മിക്കവർക്കും. എനിക്ക് തോന്നുന്നു ചിലപ്പം ഇപ്പം ഞങ്ങൾ തന്നെ നാളെ ഒരു ഹൗസ്ഫുൾ ഷോ കയറുന്നത് ചിലപ്പോൾ കൈയടിക്കായിരിക്കും പല സാധനങ്ങൾക്കും. അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഇപ്പം ചിരിക്കാത്ത ചില സാധനത്തിൽ ചിരിക്കും എന്നുള്ളതായിരിക്കും. അല്ല, മറ്റേ ആ കൊഞ്ഞനും കുത്തുന്ന സീൻ ആക്ച്വലി എനിക്ക് അവർക്കല്ല ബാക്കിൽ ചിരിയാൻ കേട്ടോ. അതെ അതെ. അല്ല, അത് ചിരി വരും, പക്ഷെ അത് കുറേ നേരം വലിയുന്നുണ്ട് സംഭവം. അത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതൊരു എൻഡ് പോയിന്റ് ഇല്ല. ഇങ്ങനെ ഈ പോയിന്റിൽ ഈ സാധനം നിൽക്കണം. അപ്പോൾ അതിനോടൊപ്പം ആ കോമഡി അവിടെ ആ പോയിന്റിൽ നമ്മൾ ചിരിച്ച് ആ ചിരിയിൽ നിന്ന് അവിടെ ആ ഷോട്ട് നിൽക്കണം. ഇത് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ചിരിച്ചതിന് ശേഷം ഈ ഷോട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് ഇതിവിടെ കട്ട് ചെയ്താൽ ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് എൻഡ് ആയേനെ എന്ന് തോന്നുമായിരുന്നു നമുക്ക്. അങ്ങനെയാണ് ഇതൊക്കെ ഇതിപ്പം നമ്മൾ പറയുമ്പോൾ നമ്മുടെ മാത്രം ഇതാണ് കേട്ടോ, ഒപ്പീനിയനാണ്. ചിലപ്പോൾ ഇതൊന്നും വിഷയം, സത്യം പറഞ്ഞാൽ ഇതൊന്നും ഈ പടത്തിലെ വിഷയമല്ല. ഈ പടത്തിനെ പറ്റി ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ബേസിക്കലി ഇത് എടുക്കുന്നവർക്കും അറിയാം ഇത് ഇത്രേ ഉള്ളൂ, ഈ സാധനത്തിൻ്റെ പരിപാടി ഇങ്ങനെയാണ്, ഇതിങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചാൽ ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവെ അറിയേണ്ട ചിലപ്പോൾ ഇതായിരിക്കും തമ്മിൽ ഭേദം എന്ന് ചോദിച്ചാൽ എത്രത്തോളം തമാശ ഉണ്ട്, എത്രത്തോളം തമാശ ഇല്ല, ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയാണ്, സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണെന്ന് അറിയാനാണ് കൂടുതൽ ആൾക്കാരും ഈ റിവ്യൂസ് ആയാലും എല്ലാം കാണാനിരിക്കുന്നത്. കഥയ്ക്ക് വേണ്ടി വരുന്നതല്ല, ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം അവർ വെച്ചിട്ടുണ്ട്. കുറച്ചധികം തമാശകളുണ്ട്. ഇൻട്രസ്റ്റിംഗ് പടമാണ്. കൊണ്ട് നിർത്തുന്ന പീക്കിലാണ്. അത് ആക്ച്വലി അടുത്തൊരു പാർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പടത്തെ പറ്റിയുള്ള അഭിപ്രായം. സോ നിങ്ങൾക്ക് സിനിമ കാണാൻ ആഗ്രഹമുള്ള എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു നോക്കും. ഫാമിലിയായിട്ടൊക്കെ പോയി കാണാവുന്ന പടമാണ് കേട്ടോ. അത് ഭയങ്കര ഫണ്ണായിരിക്കും. ഫണ്ണായിട്ട് പോയി കണ്ട് വരാവുന്ന ടൈപ്പ് ഓഫ് പടമാണ്. ഒരുപാട് ചിന്തിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു സെൻസ്ലെസ് ലോജിക്ലെസ് കോമഡിയാണ്. എങ്ങനത്തെ വരാറുള്ളൂ. അതെ അതെ. ആട് എന്താണെന്ന് അറിയാമെങ്കിൽ അതിൻ്റെ തന്നെ ഒരു അടുത്ത വേർഷൻ എന്നുള്ള സംഭവമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി എല്ലാവർക്കും എന്തായാലും നമ്മൾ അടുത്ത പാർട്ടും കാണും. അതെ ഡെഫിനറ്റ്ലി അടുത്ത പാർട്ട് ഇറങ്ങുമ്പോൾ അടുത്ത പാർട്ട് കാണും. കാരണം ഇല്ലാതെ കഥ നമുക്ക് കംപ്ലീറ്റ് ആവുന്നില്ല. അടുത്ത പാർട്ടി കുറച്ചുകൂടെ ഫൺ സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട്. കാര്യം അതിനുള്ള സ്കോപ്പ് ഇവരിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പടം നിർത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സിനിമ കാണാത്തവർ തിയേറ്ററിൽ പോയി കണ്ടു നോക്കൂ. അടുത്ത സിനിമ അവർ ചെയ്യട്ടെ. ഈ സിനിമ ഹിറ്റായാൽ അടുത്ത പടം അവർ ഉടനെ തന്നെ തുടങ്ങും. ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഹിറ്റാവും എന്തായാലും. കാരണം ഇതിപ്പം തിയേറ്റർ സെൻസ് അവർക്ക് അതിൽ ഫിനാൻഷ്യലി അത് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടായാൽ മാത്രമേ അവർക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാൻ പറ്റൂ. ബിക്കോസ് ഇത് പടത്തിന് ബജറ്റുണ്ട്. സോ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സിനിമ കാണുക, അത് വിജയിപ്പിക്കുക, അടുത്ത പാർട്ട് വരട്ടെ. മിസ്റ്റർ മിഥുൻ മാനുവൽ തോമസ്, ഞങ്ങൾ അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ പാർട്ടിനേക്കാൾ അടിപൊളിയാവട്ടെ അടുത്ത പാർട്ട് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.